Assalamu alaikum. Peace be upon you all and welcome back. ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പുഡിങ്ങാണിത്. അപ്പോൾ മക്കളൊക്കെ പെട്ടെന്ന് വന്നിട്ട് ഒരു ഡെസേർട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടയും ബ്രെഡുമാണ്. പിന്നെ വേണ്ടത് പാലും പഞ്ചസാരയും പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഒരു ടീസ്പൂണോളം വാനില എസൻസ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അതിന് പകരം നമുക്ക് പഞ്ചസാര തന്നെ ചേർത്താൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുട്ടയ്ക്ക് 5 സ്ലൈസ് ബ്രെഡാണ് വേണ്ടത്. അതിൻ്റെ സൈഡ് നമുക്ക് വേണ്ട ആ ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് കളയണം. പിന്നെ 1 കപ്പോളം പാല്, പിന്നെ 1/4 കപ്പ് പഞ്ചസാര, 1/2 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക്, അത് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു നല്ല പാന്, ചുവട് കട്ടിയുള്ളൊരു പാൻ അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രമായിട്ട് കൂട്ടിയിട്ട് കൊടുക്കാതെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക, അത് മെൽറ്റായി വരുന്നത് വരെ. വെള്ളം ചേർക്കാനൊന്നും പോകണ്ട. പിന്നെ സ്പൂൺ വെച്ച് ഒരുപാട് ഇളക്കുകയൊന്നും ചെയ്യരുത്. വെറുതെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ വെച്ചാൽ മാത്രം മതി, അത് താനെ ഉരുകി വന്നോളും. ഇതിപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ തരികളും ഒന്ന് വേഗം അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നിർത്താം. ഒരുപാട് ബ്രൗൺ കളറായിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് കയ്പ്പ് രസം വരും അതിന്. ഞാനിവിടെ യൂസ് ചെയ്തത് ബ്രൗൺ ഷുഗറാണ്, അതുകൊണ്ട് എൻ്റെ കാരമലിന് കുറച്ചുകൂടി ഒരു കളറുണ്ട്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ നിർത്തണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഏത് മോൾഡിലേക്കാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഈ കാരമൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മൾ ഇത് വേഗം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ആ കാരമൽ ഇരുന്ന് അങ്ങ് കട്ടിയായി പോവും. അപ്പോൾ ഈ കാരമൽ നമ്മൾ പഞ്ചസാര ഉരുക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഈ പാത്രങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ മോൾഡിലും പിന്നെ ഈ 2 ചെറിയ മോൾഡിലുമാണ് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലത്തെ ചെറിയ മോൾഡുകളിലുമാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി കാരമൽ അങ്ങ് കട്ടിയായി പോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അത് പിന്നെ ഒന്നുകൂടെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മതി. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് അതെല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡാണ്. ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ്, ഞാൻ പറഞ്ഞല്ലോ സൈഡ് നമുക്ക് വേണ്ട, അപ്പോൾ ഈ സൈഡിലുള്ള ബ്രൗൺ പോർഷൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെക്കുക. ഇത് നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ബ്ലെൻഡറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മുറിച്ചെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് ഈ ബ്രെഡ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് പാല് ചേർക്കാം. 240 ml, 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പാല് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ തിളപ്പിച്ച് ആറ്റി വെച്ച പാലൊന്നും അല്ല കേട്ടോ, സാധാ പാൽ തന്നെയാണ്, തിളപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മളൊരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നാണെങ്കിൽ പ്രശ്നമില്ല, അതിന് പകരം നമ്മൾ പഞ്ചസാര ചേർത്താലും മതി. പിന്നെ വേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ടയും കൂടെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വാനില എസൻസും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇതിൽ മെയിനായിട്ട് നമുക്ക് ആ കാരമലൈസ് ചെയ്യുന്ന ടൈം മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ്. ആ കാരമലൈസ് ചെയ്യാൻ നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ അതാകുന്ന സമയം കൊണ്ട് നമുക്കിതും റെഡിയായി കിട്ടും. പിന്നെ ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്യുന്ന ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഞാനിവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഭയങ്കര വെള്ളം പോലെ തോന്നും, പ്രശ്നമില്ല, അത് സ്റ്റീം ചെയ്തെടുക്കുന്നതല്ലേ, അപ്പോൾ അതെന്താണേലും സെറ്റ് ആയിക്കോളും. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച കാരമലെല്ലാം നന്നായിട്ട് ഹാർഡായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യണം. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം.
ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ഞാൻ സ്റ്റീം ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇതിനെ വിടുവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിത് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. ഞാനിതിപ്പോൾ ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണിത്. ഉണ്ടാക്കാനാണ് ഏറ്റവും ഈസി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്നിൽ വേണമെങ്കിൽ അപ്പം തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് സെറ്റായതാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാരമൽ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ ബൈ.